തോള് വലത്തെ തോള് അവിടെ അല്ലേ പ്രശ്നം? അതെ അല്ലേ? അതെ. തോളിനാ സ്പർശനം കിട്ടുന്നത്. തോളിനാ സ്പർശനം കിട്ടുന്നത്. വിളിച്ചോ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നല്ല ഉറപ്പോടെ വിളിച്ചോ, യേശുവേ എന്ന് വിളിച്ചോ. അതായത് ഭാരമുള്ളത് വലത്തെ കൈകൊണ്ട് എടുക്കണമെന്നല്ല. ഇതൊരു ടൈമിലേക്ക് ഈ വേദന വരുന്ന സമയത്ത് ഈ വലത്തെ കൈ തളർന്നു പോകുന്ന പോലെ. അതെ, അത് ഞാൻ ഇങ്ങനെ ഒരു കാര്യം കേൾക്കുന്നത്. എൻ്റെ രാത്രിയില് ഇവിടെ ഇങ്ങനെ എൻ്റെ ദൈവം എൻ്റെ ഒരു വശം തളർന്നു പോവാണോ എന്ന് കർത്താവ് ഇവരുടെ ഭവനത്തിലേക്ക് ഇറങ്ങാട്ടോ. കർത്താവ് ഇവരുടെ സഖാവുസിന്റെ ഭവനത്തിൽ കയറിയ കർത്താവ് ഇവരുടെ മുട്ടുകുത്തിക്കോ. അച്ഛനും മുട്ടുകുത്തിക്കോ. വേഗം മുട്ടുകുത്തിക്കോ. വലിയ അത്ഭുതത്തിന്റെ സമയമാണ്. ഒരു വലിയ അത്ഭുതത്തിന്റെ സമയമാണ്. പൗരോഹിത്യ ഞാൻ പറഞ്ഞില്ലേ, പുരോഹിത വർഗത്തിനകത്തുനിന്നാണ് പൊതുപൗരോഹിത്യം ശുശ്രൂഷ പൗരോഹിത്യം വരുന്നത്. ശുശ്രൂഷ പൗരോഹിത്യത്തിന്റെ അധികാരത്തിൽ നിന്നോണ്ട തല കൈവെക്കുന്ന നിമിഷമുണ്ടല്ലോ, ഉദ്ധിതനായവൻ ശിഷ്യന്മാരെ ഊതി അവരോട് പറഞ്ഞു, നിങ്ങൾ അഴിച്ചാൽ അഴിയും, നിങ്ങൾ കെട്ടിയാൽ കെട്ടപ്പെടും. അതാ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. അച്ഛനിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് അതാ. കൈയടിച്ച് സ്തുതിച്ചോ. യേശുവേ അഴിച്ചോണ്ടിരിക്കുക. ഈ മകന്റെ തോളിനെ പിശാച് ബന്ധിച്ചഴിച്ച് കർത്താവ് അഴിച്ചോണ്ടിരിക്കുക. നിങ്ങളുടെ വീട്ടില് ഒന്നുകിൽ ജാൻസി എന്നോ പേരുള്ള ഒരാളുണ്ടായിരിക്കണം. ആ വ്യക്തിയെയും ഇപ്പോൾ കർത്താവ് വിളിക്കുന്നുണ്ട് സൗഖ്യമാക്കാൻ. ഞാൻ വ്യക്തമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ അറിയുന്നു. അവിടെ പറയുന്നത് ഒന്നെങ്കിൽ അത് ജാൻസി ആയിരിക്കണം, അല്ലെങ്കിൽ അത് നാൻസി ആയിരിക്കണം. ഇത് രണ്ടിൽ ആരെങ്കിലും ഒരാളായിരിക്കണം. അത് ആ മകളുടെ ഉദരത്തിലേക്ക് കർത്താവിന്റെ സ്പർശനം വ്യാപിച്ചിട്ടുണ്ട്. ഇവരുടെ വീട്ടിലുള്ള ആളുടെ കാര്യം ഞാൻ പറയുന്നത്, വേറെ എവിടെയുള്ള ഇവരുടെ വീട്ടിലുള്ള ആളുടെ കാര്യം ഞാൻ പറയുന്നത്. സംഭവിച്ചുകൊണ്ടിരിക്കുക കർത്താവിന്റെ കരം. ഈ ചേട്ടന്റെ ഭവനത്തിൽ 2 സൗഖ്യം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്ന് നിങ്ങൾക്കാണ് കിട്ടുന്നത്, ഒന്ന് നിങ്ങളുടെ ഭവനത്തിലുള്ളവർക്കാണ് കിട്ടുന്നത്.